വയനാട് പഞ്ചാരക്കൊല്ലിയെ ഭീതിയിൽ നിർത്തിയ ആളെക്കൊല്ലി കടുവ ചത്തു. ദിവസങ്ങളോളം നീണ്ട ആശങ്കയും ആധിയും ഒഴിഞ്ഞ ആശ്വാസമാണ് അവിടുത്തെ ജനങ്ങൾക്ക്. ആ വാർത്ത ലോകമറിഞ്ഞത് രാവിലെ മാതൃഭൂമി ന്യൂസിലൂടെയാണ്. കടുവ ചത്ത നിലയിൽ എന്നൊരു വാർത്തയാണ് പുറത്തുവരുന്നത്. ആദ്യ ദൃശ്യങ്ങളാണ് മാതൃഭൂമി ന്യൂസിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തുന്ന. കമൽ വിവരങ്ങളുമായി തുടരുന്നത്. കടുവ ചത്ത നിലയിൽ എന്ന് പറഞ്ഞത് ഈ കോൺഫ്ലിക്ട് ടൈഗർ തന്നെയാണ് എന്ന കാര്യത്തിൽ ഒരു സംശയത്തിനും ഇടയില്ല. ഷമീർ മച്ചിങ്ങലിന്റെ ഫ്രെയിമിലൂടെയാണ് ജനങ്ങൾ ഈ കടുവയുടെ ജഡം ആദ്യമായി കാണുന്നത്. സ്വാഭാവികമായിട്ടും ഞാൻ അവിടെ നിന്ന് വിഷ്വൽ എടുക്കുന്ന സമയത്താണ് ഒരു കുട്ടീനെ എടുത്ത് ഒരു അച്ഛൻ പൊന്തിച്ചിങ്ങനെ കാണിക്കുന്നത്. അപ്പാണ് ഇതിൽ കടുവ ഉണ്ട് എന്നുള്ള എനിക്കറിയുന്നത്. അപ്പം തന്നെ ഞാൻ ക്യാമറ ആയിട്ട് അങ്ങോട്ടേക്ക് ചെന്നു. കടുവ ചത്തു എന്ന വാർത്ത ആദ്യമായി മാതൃഭൂമി ന്യൂസിലൂടെ പ്രേക്ഷകർ അറിയിച്ച നമ്മുടെ റിപ്പോർട്ടർ കമൽ, ആ സമയത്ത് കൃത്യമായ ഒരു സ്ഥിരീകരിച്ച വിവരം തന്നെയാണ് നമുക്ക് കിട്ടിയത്. കടുവ ചത്തു എന്നുള്ള വാർത്ത കൊടുക്കുന്നു. അപ്പൊ നമ്മൾ ഈ എസ്റ്റേറ്റിലേക്കായിരിക്കുമല്ലോ കൊണ്ടുവരിക എന്ന് വെച്ചിട്ട് എസ്റ്റേറ്റിന്റെ ഗേറ്റിലേക്ക് വരുന്ന വഴിക്ക് കുറച്ച് വനംവകുപ്പിന്റെ വാഹനങ്ങൾ കണ്ട് അവിടെ ഇറങ്ങിയപ്പോഴാണ് ഷമീറിന് ആ ദൃശ്യങ്ങളും ആദ്യം തന്നെ കൊടുക്കാൻ പറ്റിയത്. പുലർച്ചെ പിലാക്കാവിന് സമീപത്തു നിന്നാണ് 7 വയസ്സ് പ്രായം വരുന്ന പെൺകടുവയെ ചത്ത നിലയിൽ കണ്ടെത്തിയത്. ബേസ് ക്യാമ്പിൽ എത്തിച്ച കടുവയുടെ ജഡം പോസ്റ്റ്മോർട്ടത്തിനായി കുപ്പാടിയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തിരിക്കുന്നു. പഞ്ചാരക്കൊല്ലിയിൽ പടക്കം പൊട്ടിച്ചായിരുന്നു നാട്ടുകാരുടെ ആഘോഷം. ഇന്നലെ വനംവകുപ്പിനെതിരെ വലിയ രോഷമായിരുന്നുവെങ്കിൽ ഇന്ന് കൈയടിച്ച് മുദ്രാവാക്യം മുഴക്കിയുമാണ് വനംവകുപ്പിനെ അവർ അഭിനന്ദിക്കുന്നത്.